സാധാരണ റെയിൽവേ ജോലികളുടെ സമയം 8 മണിക്കൂറാണെങ്കിൽ ഈ ജോലിയുടെ സമയം വെറും 6 മണിക്കൂർ. റെയിൽവേയിലെ തന്നെ ഉയർന്ന ശമ്പളം, റെയിൽവേ എംപ്ലോയീസിനുള്ള എല്ലാ ബെനിഫിറ്റ്സും, അതിന്റെ കൂടെ തന്നെ എല്ലാ മാസവും 6000 രൂപയുടെ മുകളിൽ സ്പെഷ്യൽ ട്രെയിൻ കൺട്രോളർ അലവൻസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ അലവൻസും. നമ്മൾ പറഞ്ഞു വരുന്നത് RRBയുടെ ഒരു പുതിയ പോസ്റ്റ് ആയിട്ടുള്ള സെക്ഷൻ കൺട്രോളർ എന്ന പോസ്റ്റിനെ പറ്റിയിട്ടാണ്. നമ്മളൊക്കെ ട്രെയിനിൽ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് ചില സമയം നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ട് വേറൊരു ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഓവർടേക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്, ഏത് ട്രെയിൻ എപ്പോൾ പോകണം, ഏത് ട്രെയിനിന് ശേഷം അടുത്ത ട്രെയിൻ പോകണം എന്നുള്ള കാര്യം? ഇതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് റെയിൽവേയിലെ ഒരു സെക്ഷൻ കൺട്രോളർ ആണ്. അപ്പൊ ആരാണ് ഒരു സെക്ഷൻ കൺട്രോളർ? ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്കും എങ്ങനെ എത്തിച്ചേരാം തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് റെയിൽവേയിലെ ഒരു പുതിയ പോസ്റ്റാണ്. നമ്മുടെ റിക്രൂട്ട്മെന്റിൽ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 2025 റിക്രൂട്ട്മെന്റ് സെക്ഷൻ കൺട്രോളറിന് വേണ്ടി വന്ന സമയത്ത് ആപ്ലിക്കേഷൻ വിൻഡോ എനിക്ക് തോന്നുന്നു ഒക്ടോബറിലായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. അതിന്റെ എക്സാമിനേഷൻ നടന്നിട്ടില്ല. എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഈ വരുന്ന ഫെബ്രുവരിയിലാണ്. എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒഫീഷ്യൽ ഇൻഫർമേഷൻ. സോ ഈ എക്സാമിന് ശേഷം ഈ എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നത് 300+ വേക്കൻസീസ് ആയിരുന്നു. അപ്പോൾ ഈ എക്സാമിന് ശേഷം 2026 അതായത് ഈ വർഷം ഏതൊക്കെ റെയിൽവേ എക്സാമിനേഷൻസ് നടക്കും എന്നതിനെ പറ്റി റെയിൽവേ ഒരു കാലണ്ടർ കഴിഞ്ഞ മാസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ കാലണ്ടർ പ്രകാരം അടുത്ത വർഷം എന്ന് വെച്ചാൽ 2025 കഴിഞ്ഞു, അടുത്ത വർഷം അതായത് 2026 ഈ വർഷത്തെ റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നത് ഏപ്രിലിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പല സ്റ്റുഡൻസിനും കൺഫ്യൂഷൻ ഉണ്ട്. 25 റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നു, അതിന്റെ എക്സാം നടക്കുന്നത് 26 അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം എക്സാം നടക്കാൻ പോകുന്ന പോസ്റ്റിനെ പറ്റിയിട്ടാണോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകും. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറയുന്നത്. കഴിഞ്ഞ വർഷം റിക്രൂട്ട്മെന്റ് വന്നു, സെലക്ഷൻ നടക്കുന്നതേയുള്ളൂ, എക്സാമിനേഷൻ ഫെബ്രുവരിയിലാണ്. അതിന് മുൻപ് തന്നെ അടുത്ത വർഷത്തേക്കുള്ള അതായത് 2026 നോട്ടിഫിക്കേഷന് പറ്റിയിട്ടുള്ള കാലണ്ടർ വന്നു. അത് പ്രകാരം ഏപ്രിൽ 2026 നമ്മുടെ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സെക്ഷൻ കൺട്രോളറിലേക്ക് പോകാം. സോ ഇത് ഒരു ഓപ്പറേഷണൽ പോസ്റ്റ് ആണ്. കൺട്രോളർ എന്ന് കേൾക്കുമ്പോഴേക്കും തന്നെ നിങ്ങൾക്കറിയാം അല്ലെ, ഒരു സെക്ഷനിന്റെ കീഴിൽ ഈ കൺട്രോളറുടെ അണ്ടറിൽ വരുന്ന സെക്ഷനിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ കൺട്രോളറുടെ ജോലി. 6 മണിക്കൂറാണ് ജോലി സമയമെങ്കിലും അത്യാവശ്യം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ്. നിങ്ങൾ ആ ജോലിക്ക് നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ വേണ്ട ഒരു ജോലിയാണ്. ഒരു ഫിസിക്കൽ ലേബർ വരുന്ന ടൈപ്പ് ഓഫ് ജോലിയല്ല. നിങ്ങൾക്ക് നല്ലൊരു AC റൂം പ്രൊവൈഡഡ് ആയിട്ടുണ്ടാകും, കൺട്രോൾ പാനൽസ് ഉണ്ടാകും. മെന്റലി ഇത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത്? സോ ഈ എക്സാമിനേഷൻ നടക്കുന്നത് RRBയുടെ സെക്ഷൻ കൺട്രോളർ എക്സാമിലൂടെയാണ്. ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാം ആണ്. കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്നു, ഒക്ടോബറിലായിരുന്നു ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ CBT എക്സാംസ് എല്ലാ റെയിൽവേ എക്സാംസിലും 2 എണ്ണം ഉണ്ടാകും, CBT 1ഉം CBT 2ഉം. ഇവിടെ അതില്ല. അതിന് പകരം CBT ആയിട്ട് ഒറ്റയൊരു CBT എക്സാമും അതിനുശേഷം CB80 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു എക്സാം ഉണ്ട്. ഇതേ എക്സാം തന്നെയാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്കും കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ 2 എക്സാമിനേഷൻ ആണ് വരുന്നത്. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാകും. അപ്പോൾ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടും എലിജിബിലിറ്റി, പിന്നെ ഏജ് ലിമിറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുമായിട്ട് ഓൾറെഡി കാവ്യ മിസ് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടുതലും ഈ ജോബ് പ്രൊഫൈലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സെലക്ഷൻ പ്രോസസ്സിൽ ഞാൻ പറഞ്ഞു CBT ആണ് ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 120 മിനിറ്റ്സിന് അതായത് 2 മണിക്കൂറാണ് എക്സാമിന്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഇവിടേക്ക് വരുന്ന ക്വസ്റ്റ്യൻസും സാധാരണ റെയിൽവേയുടെ NTPC പോലെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി പോലെയുള്ള ചെറിയ കുറച്ച് ഡിഫറൻസസ് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ കൂടുതലും അനാലിറ്റിക്കൽ എബിലിറ്റി ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, മെന്റൽ റീസണിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മെന്റൽ എബിലിറ്റിയിൽ കൂടുതൽ
കൂടുതൽ ഫോക്കസ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാം ആണിത്. നിങ്ങൾക്ക് അതവിടെ കാണാം. അനാലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി, ലോജിക്കൽ കേപ്പബിലിറ്റി, മെന്റൽ റീസണിങ്, എന്നിട്ട് അതിന്റെ ഫൈനൽ സെലക്ഷനിൽ വരുന്ന വെയിറ്റേജും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് മറ്റുള്ള എക്സാംസ് പോലെയല്ല, അതിന്റെ സിലബസിലും ചെറിയ കുറച്ച് ഡിഫറൻസസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBAT പറ്റിയിട്ടാണ്. ഇതിന് ശേഷം CBAT വരുന്നുണ്ട്. CBAT കൂടുതലും നിങ്ങളുടെ അലേർട്ട്നെസ്സും നിങ്ങളുടെ ശ്രദ്ധ എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിന്റെ ഫൈനൽ സ്റ്റേജസിലാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് അത് റെഫർ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഈ സെഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഇതിന്റെ സാലറി സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, റെയിൽവേയിൽ തന്നെ വളരെ ഉയർന്ന ശമ്പളം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ബേസിക് പേ തന്നെ വരുന്നത് 35,000 rupees ആണ്. അപ്പോൾ ബേസിക് പേ തന്നെ 35,000 ആകുമ്പോൾ ഇതിന് മുകളിലേക്കാണ് നിങ്ങളുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. അതായത് ഇവിടെ നമുക്ക് നിങ്ങളുടെ ഡിയർനെസ് അലവൻസും HRAയും ട്രാൻസ്പോർട്ട് അലവൻസും എല്ലാം തന്നെ ഈ ബേസിക് പേയുടെ ഇത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം നിങ്ങളുടെ എല്ലാ അലവൻസിനും ശേഷം നിങ്ങളുടെ ഇൻഹാൻസ് സാലറി ഏകദേശം 55,000-ന്റെയും 65,000-ന്റെയും ഇടയിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ റിക്വയർമെന്റ് വന്നിരിക്കുന്ന ഒരു ജോലിയാണിത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ അലവൻസും കൂടി വന്നിട്ടുണ്ട്. സ്പെഷ്യൽ ട്രെയിൻ കൺട്രോളർ അലവൻസ് എന്ന് പറയുന്ന ഈ അലവൻസ് ഏകദേശം 6,250 rupees ആണ് എല്ലാ മാസവും നിങ്ങളുടെ കയ്യിൽ വരുന്നത്. അപ്പോൾ ഇനി ഇത് ഞാനിവിടെ ഒരു ആവറേജ്, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേ സ്ലിപ്പ് ജസ്റ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ബേസിക് പേ വരുന്നത് 35,000 ആണ്. ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് ഇതിന്റെ 58% ആണ് കറന്റ്ലി. സോ ഏകദേശം 19,000-ന്റെ അടുത്ത് വരും. ഇനി ഹൗസ് റെന്റ് അലവൻസ് നിങ്ങൾക്ക് എവിടെയാണോ ജോലി കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഹൗസ് റെന്റ് അലവൻസ് വരുന്നത്. അപ്പോൾ XYZ എന്നിങ്ങനെ 3 രീതിയിൽ ഇന്ത്യൻ സിറ്റീസിനെ റെയിൽവേ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ഒക്കെ പോലെയുള്ള ഒത്തിരി പോപ്പുലേഷനും ഉള്ള സിറ്റീസ് ആണ് X കാറ്റഗറിയിലെ സിറ്റീസ് എന്ന് പറയുന്നത്. ഇനി Y കാറ്റഗറിയിലെ സിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോടും മലപ്പുറം തൃശ്ശൂരൊക്കെ പോലെ അതിനും താഴെ വരുന്നതാണ് Z കാറ്റഗറി. അപ്പോൾ നിങ്ങൾ ഒരു സെക്ഷൻ കൺട്രോളർ ആണെങ്കിൽ നിങ്ങളുടെ ജോലി Z കാറ്റഗറിയിലേക്ക് പോവില്ല, ഒന്നെങ്കിൽ X അല്ലെങ്കിൽ Y കാറ്റഗറി. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ ഹൗസ് റെന്റ് അലവൻസ് വരിക. വീണ്ടും ട്രാൻസ്പോർട്ട് അലവൻസ് 5,400 കിട്ടും. കാരണം 2,700 വരുന്നത് Z കാറ്റഗറീസിലേക്കാണ്. അതിനുശേഷം നൈറ്റ് ഡ്യൂട്ടി അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്കറിയാലോ, റെയിൽവേ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. സ്പെഷ്യൽ ഹോളിഡേയ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ നൈറ്റിലാണെങ്കിലോ ഒക്കെ തന്നെ റെയിൽവേ പ്രവർത്തിക്കുന്നതാണ് അല്ലെ. അപ്പൊ ചിലപ്പോൾ ചില കേസസിൽ നിങ്ങൾക്ക് പബ്ലിക് ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് നാഷണൽ ഹോളിഡേ അലവൻസ് എന്ന് പറയുന്ന NHA നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു 600 and something rupees ആണ് ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി അലവൻസ് വേറെയും വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ സാധാരണ വരാറുണ്ട്, അതുകൊണ്ട് ഇത് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഇത് നിങ്ങൾ ആഡ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ സാലറി ഏകദേശം 70,000-ന്റെ മുകളിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഏകദേശം ഒരു സാലറി സ്ട്രക്ചർ ഇവിടെ വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് വരുന്ന ബെനിഫിറ്റ്സുകളാണ്. നേരത്തെ പറഞ്ഞ ബെനിഫിറ്റ്സ് 6,000 rupees അബവ് ഉള്ളത് അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നത് മെഡിക്കൽ ഫെസിലിറ്റീസ് ആണ്. സോ നിങ്ങൾക്കും നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഫാമിലിക്കും മെഡിക്കൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഓൾറെഡി ടേക്കൺ കെയർ ആയിരിക്കും. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റെയിൽവേ പാസസ് ലഭിക്കുന്നതാണ്, പെൻഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ജോലിയുടെ ബെനിഫിറ്റ്സ് ആണ്. ഇനി നിങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും സോണൽ റെയിൽവേസിലായിരിക്കും, അതിലെ ഡിവിഷൻ ഓഫീസസിൽ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ജോലി വരുന്നത്. സോ നിങ്ങളുടെ ആ റിക്രൂട്ട്മെന്റ് ഇയറിൽ ഉണ്ടാവുന്ന വേക്കൻസീസും അതിന്റെ ഓരോ ലൊക്കേഷനിലുള്ള വേക്കൻസി അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് ഫൈനലി വരും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജോബ് പ്രൊഫൈലാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ജോബ് പ്രൊഫൈലിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം
എന്ന് പറയുന്നത് ട്രെയിൻ ഓപ്പറേഷൻസ് ഇൻ എ സെക്ഷൻ എന്നാണ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഈ സെക്ഷൻ എന്ന് പറയുന്നത്? ഏകദേശം ഒരു 10 റെയിൽവേ സ്റ്റേഷനുകളുടെ ഒക്കെ ഒരു ക്ലബ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മളൊരു സെക്ഷൻ എന്ന് പറയുന്നത്. റെയിൽവേ ട്രാക്ക് ബിറ്റ്വീൻ 2 ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷൻസ്, 2 പ്രധാനപ്പെട്ട സ്റ്റേഷൻസിന്റെ ഇടയിലുള്ള അത്രയും ഏരിയനെയാണ് നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്ഷൻ മുഴുവൻ ഈ സെക്ഷൻ കൺട്രോളറിന്റെ അണ്ടറിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സെക്ഷനിൽ ഓടുന്ന ട്രെയിൻസ് എല്ലാം തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ, ഡിലേസ് ഇല്ലാതെ, കൺഫ്യൂഷൻസ് ഇല്ലാതെ ഓടുക എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതാണ് ഒരു സെക്ഷൻ കൺട്രോളറുടെ ജോലി. അപ്പൊ സെക്ഷൻ കൺട്രോളർ ഒരു AC റൂമിൽ ഇരുന്നിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുക. കൺട്രോൾ പാനൽസ് ഉണ്ടാകും. അത് വെച്ചിട്ടാണ് ലോക്കോ പൈലറ്റിനും സ്റ്റേഷൻ മാസ്റ്റർക്കും അങ്ങനെയുള്ള എല്ലാ കോർഡിനേഷൻ ടീംസുമായിട്ട് തമ്മിൽ സംസാരിച്ച് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ജോലിയാണ് ഒരു സെക്ഷൻ കൺട്രോളറുടേത്. ഇതിവിടെ ഫിസിക്കൽ ലേബർ ഒന്നുമില്ല, നിങ്ങൾ മെന്റലി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ക്രോസിംഗ് ആൻഡ് പ്രിസിഡൻസ് ഓഫ് ട്രെയിൻസ്. ഇതാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. ക്രോസിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, 2 ട്രെയിൻസ് ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ട്രാക്കുകളിൽ മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം പോകുന്ന സമയത്ത് ഇത്രയും കൂടെ സ്പീഡുള്ള നിങ്ങളിപ്പോൾ ഒരു പാസഞ്ചർ ട്രെയിനിൽ പോവുകയാണെങ്കിൽ എക്സ്പ്രസ് ട്രെയിൻ നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ എക്സ്പ്രസ്സിൽ പോവുകയാണെങ്കിൽ വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്ത് പോകുന്നതൊക്കെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഇത്തരത്തിൽ ഏത് ട്രെയിനാണ് ആദ്യം പോകേണ്ടത് എന്നുള്ള ഹൈറാർക്കി അല്ലെങ്കിൽ പ്രസിഡൻസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു സെക്ഷൻ കൺട്രോളറുടെ ജോലിയാണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സോ ദാറ്റ് കൂടുതൽ പ്രയോറിറ്റി വരുന്ന ട്രെയിൻസ് ആണ് കൂടുതൽ എത്തേണ്ടത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ഡെഫിനറ്റ്ലി ഗുഡ്സ് ട്രെയിനൊക്കെ ആയിരിക്കും അല്ലെ. സോ മെയിൽ ഓർ എക്സ്പ്രസ് ഓവർ പാസഞ്ചർ, പാസഞ്ചർ ഓവർ ഗുഡ്സ് അൺലെസ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് എക്സിസ്റ്റ്. അപ്പൊ ഇതാണ് ഇത്രയും സേഫ് ആയിട്ട് ക്രോസിംഗ്സും പ്രസിഡൻസും അലോട്ട് ചെയ്യുക എന്നുള്ളതും ഒരു സെക്ഷൻ കൺട്രോളറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ട്രെയിൻ ടൈമിങ്സ് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക. സോ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇരുന്ന് റെക്കോർഡ് ചെയ്യാന്നല്ല, ഇത് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യാന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഏത് ടൈം ആണ് ഈ ട്രെയിൻ വരുന്നത്, അത് എത്ര ഡിലേ ആണ് വരുന്നത്, അല്ലെങ്കിൽ എത്ര നേരം അത് ഹോൾട്ടിലുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ഓവർസീ ചെയ്യേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് ബ്ലോക്ക് മാനേജ്മെന്റ്. അപ്പൊ എന്താ ഈ ബ്ലോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു ട്രെയിൻ റെയിൽവേ ട്രാക്ക് കുറച്ച് ദൂരത്തേക്ക് എന്തെങ്കിലും മെയിൻ്റനൻസിന്റെ പേരിൽ അത് അടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലൂടെ ട്രെയിൻസ് പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കേസസ് ഒക്കെ വരുമ്പോൾ പെർമിഷൻ എടുക്കേണ്ടത് സെക്ഷൻ കൺട്രോളറുടെ അടുത്ത് നിന്നാണ്. അപ്പൊ ഈ ബ്ലോക്ക് മാനേജ്മെന്റും ഇദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. പവർ ബ്ലോക്ക് ആകാം, അതായത് ഇലക്ട്രിക് ലൈൻ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള പവർ ബ്ലോക്ക് ആകാം, അല്ലെങ്കിൽ സിഗ്നൽ ആൻഡ് ടെലികോം വർക്ക്സിന് വേണ്ടിയിട്ടുള്ള S&T ബ്ലോക്ക് ആകാം, അല്ലെങ്കിൽ റെയിൽവേ ആ ട്രാക്ക് റിപ്പയർസിന് വേണ്ടിയിട്ടുള്ള റെയിൽ മെയിൻ്റനൻസിന്റെ ബ്ലോക്ക് ആകാം. അപ്പൊ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിലും ഫസ്റ്റത്തെ പെർമിഷൻ എടുക്കേണ്ടത് ഒരു സെക്ഷൻ കൺട്രോളറുടെ അടുത്ത് നിന്നാണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു റിക്വസ്റ്റ് വന്നു കഴിയുമ്പോൾ ഈ ബ്ലോക്കിന് ഒരു ആക്സസ് അല്ലെങ്കിൽ അതിനൊരു അനുമതി കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ കോഷൻ ഓർഡേഴ്സ് ലോക്കോ പൈലറ്റ്സിന് ഇഷ്യൂ ചെയ്യും. അതായത് ഇങ്ങനെയൊരു നിങ്ങൾ അതിന്റെ പെർമിഷൻ കൊടുത്തത് കൊണ്ട് മാത്രമായില്ല, അതിനുശേഷം ആ ട്രാക്കിലൂടെ പോകാൻ പോകുന്ന ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ്സിന് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു വാർണിംഗ് കൊടുക്കണം അല്ലെ. ഇത് കോഷൻ എഹെഡ് എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ കൂടി കൊടുക്കണം. അതും സെക്ഷൻ കൺട്രോളറുടെ തന്നെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടൊക്കെ കംപ്ലീറ്റ്ലി കോർഡിനേറ്റ് ചെയ്യേണ്ടതും സെക്ഷൻ കൺട്രോളറുടെ ഡ്യൂട്ടിയാണ്. ഇനി അടുത്തതായിട്ട് റിലീഫ് ക്രൂവിനെ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഈ റിലീഫ് ക്രൂവിനെ പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഓരോ ലോക്കോ പൈലറ്റ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ റെയിൽവേയിലെ ഓരോ എംപ്ലോയിക്കും ഇത്ര നമ്പർ ഓഫ് അവേഴ്സ് ആണ് അവരുടെ ഡ്യൂട്ടി അല്ലെ. അതിനുശേഷം അവർ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എക്സോസ്റ്റഡ് ആകും. അപ്പോൾ ഒരു ലോക്കോ പൈലറ്റിന്റെ ഡ്യൂട്ടി അവസാനിക്കാറായി, അയാളെ റിലീവ് ചെയ്യണം. അതിന് പകരം വേറൊരാൾ കയറണം. മേ ബി ഡിലേ ആയത് കാരണം, എന്തെങ്കിലും ഒരു റീസൺ കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിലീഫ് ക്രൂവിനെ പ്രൊവൈഡ് ചെയ്യുന്നതും ഒരു സെക്ഷൻ കൺട്രോളറിന്റെ മാനേജ്മെന്റിലാണ്. അപ്പോൾ ആരെ എവിടെ ഡ്യൂട്ടിക്ക് ഇടണം തുടങ്ങിയിട്ടുള്ള ഡിസിഷൻസ് വരുന്നതും സെക്ഷൻ കൺട്രോളറുടെ എന്ന് വെച്ചാൽ റിലീഫ് ക്രൂവിനെ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചിട്ട് അത് സെക്ഷൻ കൺട്രോളറുടെ റെസ്പോൺസിബിലിറ്റിയിലാണ് വരുന്നത്. ഓക്കെ, ക്രൂ ഷോർട്ടേജ് കാരണം, അതായത് ആവശ്യത്തിന് വർക്കേഴ്സ് ഇല്ല എന്നുള്ള പേരിൽ ട്രെയിൻ ഡിലേസോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. സോ മൊത്തത്തിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഒരു സെക്ഷൻ കൺട്രോളറുടെ ജോലി. ഓക്കെ, ഇനി നമ്മൾ
അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ് ആണ്. സോ സാധാരണ ഇന്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവുക. 1 വർഷത്തോളം ട്രെയിനിങ് ഉണ്ടാവും. അതിൽ 6 months ZRTI, അതായത് സോണൽ റെയിൽവേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലായിരിക്കും നിങ്ങളുടെ ജോലി വരുന്നത്. അതിനുശേഷം 6 months ഓൺ ദ ജോബ് ട്രെയിനിങ്, അങ്ങനെ 2 സ്റ്റേജസിൽ ട്രെയിനിങ് ഉണ്ടാകും. അപ്പോൾ ട്രെയിനിങ് മാൻഡേറ്ററി ആണ്, ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതലും റെയിൽവേയുടെ ഓപ്പറേറ്റിംഗ് റൂൾസിനെ പറ്റിയിട്ട്, സിഗ്നലിംഗ് ആൻഡ് സിസ്റ്റം, സേഫ്റ്റി ആൻഡ് എമർജൻസി ഹാൻഡ്ലിംഗ്, പ്രാക്ടിക്കൽ ഫീൽഡ് എക്സ്പോഷർ. അപ്പോൾ ഈ പ്രാക്ടിക്കൽ ഫീൽഡ് എക്സ്പോഷർ ആണ് 6 മാസം ഉണ്ടാവുക. ബാക്കി വരുന്ന തിയറിറ്റിക്കൽ ട്രെയിനിങ് ആണ് ആദ്യത്തെ 6 മാസം ഉണ്ടാവും. അപ്പോൾ ട്രെയിനിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ജോലിയാണിത്. അപ്പോൾ ട്രെയിനിങ്ങിന്റെ സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി തന്നെ കിട്ടും. സോ അവിടെ സ്റ്റൈപ്പൻഡ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ ബേസിക് പേ എന്ന് പറയുന്നത് 35,000 rupees ആയിരുന്നല്ലോ. അതിന്റെ കൂടെ DA 58% കൂടെ ആഡ് ചെയ്ത് കറന്റ്ലി വരുന്ന DA ആണ് 55,000 rupees അബവ് നിങ്ങൾക്ക് ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് സാലറി ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇപ്പോഴത്തെ 58% കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് റിവിഷൻ വരുമ്പോഴേക്കും 8th പേ കമ്മീഷൻ വരും. അപ്പോഴേക്കും ഇത് വീണ്ടും ഉയരാനാണ് സാധ്യത. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് ഒരു 60,000 ഒക്കെ അടുത്തേക്ക് എത്തും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ട്രെയിനിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇവിടെ വരുന്ന കരിയർ ഗ്രോത്ത് കൂടി നമുക്ക് നോക്കാം. സോ നിങ്ങൾ സെക്ഷൻ കൺട്രോളർ ആയതിനു ശേഷം നിങ്ങളുടെ അടുത്ത പ്രൊമോഷൻ വരുന്നത് സീനിയർ സെക്ഷൻ കൺട്രോളർ ആയിട്ടാണ്. അപ്പോൾ ഇതിൽ തന്നെ പല ഗ്രേഡ് പേകൾ വരുന്നുണ്ട്. സോ ഇതിൽ തന്നെ 4200 കഴിഞ്ഞിട്ട് 4600, 4800 അങ്ങനെ പല പല ഗ്രേഡ് പേകൾ ഈ ഒരൊറ്റ പോസ്റ്റിൽ തന്നെ വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ZRTIയിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനിങ്ങിൽ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്ട്രക്ടർ ആയിട്ടും അവിടെ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് എഴുതി നിങ്ങൾക്ക് വേറെ കാറ്റഗറീസിൽ വേണമെങ്കിൽ മാറാം. അങ്ങനെയുള്ള ഓപ്ഷൻസും ഈ ഒരു കാരിയറിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും. ഇനി ലീവിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാഷ്വൽ ലീവ് ഉണ്ട്, ഏൺഡ് ലീവ്സ് ഉണ്ട്, സിക്ക് ലീവ് ഉണ്ട്, മെറ്റേണിറ്റി ലീവ് ഉണ്ട്. അതല്ലാതെ റെയിൽവേയുടെ റൂൾസ് പ്രകാരമുള്ള ബാക്കി എല്ലാ ലീവ്സും നിങ്ങൾക്ക് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം, എക്സ്ട്രാ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ട്രെയിൻ കൺട്രോളർ അലവൻസ്. അത് ഈ ഒരു പോസ്റ്റിന് മാത്രം വരുന്ന അലവൻസ് ആണ്. അത് 6,250 rupees എല്ലാ മാസവും വരുന്നുണ്ട്. പിന്നെ റെയിൽവേ പാസ് വരുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് ACയുടെ റെയിൽവേ പാസ് ഉണ്ട്. ക്വാർട്ടർ ടൈപ്പ് 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 BHK അപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഫെസിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, 3 BHK അപ്പാർട്ട്മെന്റ് കിട്ടും, മെഡിക്കൽ ഫെസിലിറ്റി കിട്ടും, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് റെയിൽവേയുടെ എംപ്ലോയീസിന് പൊതുവെ വരുന്നതാണ്. 2 ചിൽഡ്രന് ഏകദേശം 33,000 സംതിങ് rupees ആണ് പെർ ഇയർ വരിക ഒരു കുട്ടിക്ക്. അങ്ങനെ 2 കുട്ടികൾക്ക് നിങ്ങൾക്ക് അലവൻസ് കിട്ടും. 66,000 rupees അബവ് ആണ് ആ അലവൻസ് വരുന്നത്. പിന്നെ ദിവാലി ബോണസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ യൂണിഫോം അലവൻസ് ഇല്ല കേട്ടോ, കാരണം നിങ്ങൾ യൂണിഫോം ഇടേണ്ട കാര്യമില്ല. നോർമൽ ക്ലോത്ത്സിൽ തന്നെ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്പിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയട്ടെ. 2025 വന്ന നോട്ടിഫിക്കേഷന്റെ എക്സാമിനേഷൻ ഫെബ്രുവരി 2026 ഇത് ആനുവൽ കാലണ്ടർ ഫോർ RRB റിക്രൂട്ട്മെന്റ് 2026 എന്ന് വെച്ചാൽ 2026 എന്തൊക്കെ എക്സാംസ് ആണ് നടക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് വന്നത് പ്രകാരം സെക്ഷൻ കൺട്രോളറിന്റെ എക്സാമിനേഷൻ ഏപ്രിൽ 2026 നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ? അപ്പോൾ അതിനുശേഷം എക്സാം നടക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? 25ന്റെ എക്സാം ഫെബ്രുവരിയിൽ നടക്കും. 26ന്റെ എക്സാം ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് നടക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ റിസോഴ്സസുമായി നിങ്ങളുടെ എല്ലാ ഹെൽപ്പിനും എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സാമിനെ പറ്റി കേൾക്കുന്നതെങ്കിൽ പോലും മേ ബി നിങ്ങൾക്ക് ഈ എക്സാമിനെ പറ്റി ഒന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ച് കുറച്ച് നാളായി ടച്ച് വിട്ട ആളാണൊക്കെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, ഒരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ എക്സാമിനെ ട്രെയിൻ ചെയ്ത് റെയിൽവേയിലെ ഈ ജോലിയിലേക്ക് എത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഓക്കെ, സോ ബേസിക് ലെവൽ പ്രിപ്പറേഷൻ മുതൽ അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള ട്രെയിനിങ് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. നെക്സ്റ്റ് ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അധികവും രാത്രിയാണ് നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഒക്കെ വരുന്നത്. അതിനുശേഷം നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ ക്വിസസ് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ബാച്ചസിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു അവസരമാണ്. കഴിഞ്ഞ സൈക്കിളിൽ 300 സംതിങ് വേക്കൻസീസ് ആയിരുന്നു. ഇത്തവണയും നമ്മൾ നല്ല വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യുന്നു. സോ RRBയുടെ സെക്ഷൻ കൺട്രോളർ എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സോ ഡിഗ്രി ഉള്ളവർ അപ്ലൈ ചെയ്യാം. തീർച്ചയായിട്ടും ഇതൊരു നല്ല
ഒരു ജോലിയായിരിക്കും, നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞ് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇനി ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടോപ്പിക്കിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കോമെന്റ്സിൽ വീഡിയോ സജഷൻസ് ഒന്ന് സജസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.